പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമതായിട്ട് യേശുവിൻ്റെ അടുത്തോട്ട് ശിശുക്കളെ കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ധനവാന്റെ ചോദ്യം എന്ന് പറയുന്നതാണ്. എന്നാൽ ഇത് രണ്ടും തമ്മിൽ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിൽ രണ്ട് ബന്ധങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിലെ ശിശുക്കളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് സമ്പത്തില്ല, അവർ സ്വയം പര്യാപ്തതയില്ലാത്തവരാണ്, അവർക്ക് പ്രത്യേകമായിട്ട് ലോകത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുകൾ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ധനവാന്റെ കാര്യത്തിലോട്ട് കടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അവൻ സ്വയം പര്യാപ്തനാണ്, അവൻ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നവനായിരുന്നു, അവൻ ആത്മീയ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തെ നങ്കൂരമിടുവാൻ ആഗ്രഹിക്കുന്നവനായിരുന്നു, അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ഇത് രണ്ടും തമ്മിൽ വളരെ രണ്ട് നല്ല അന്തരങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ധനവാനോട് യേശു പറയുന്നത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ളത്? അവൻ നല്ല രീതിയിൽ ജീവിച്ചവനായിരുന്നു, പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു ബന്ധനമുണ്ടായിരുന്നു, അത് സമ്പത്താണ്. സമ്പത്ത് അതിൽ തന്നെ അവനൊരു ബന്ധനമായിരുന്നില്ല, മറിച്ച് അതിനോടുള്ള അമിതമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, ഒരു ആശ്രയത്വമായിരുന്നു അവൻ്റെ ബന്ധനം എന്ന് പറയുന്നത്. യേശു പറയുന്നു, ആ ബന്ധനത്തിൽ നിന്ന് നീ നിന്നെ തന്നെ മോചിപ്പിക്കുക, അപ്പോൾ നീ സ്വർഗരാജ്യത്തിൽ നിന്ന് വളരെ അകലെയല്ല എന്നാണ് യേശു പറയുന്നത്. നമുക്ക് ആലോചിക്കാം, സമ്പത്ത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. ആമേൻ. നിൻ വഴിയേ നടക്ക